ഹായ് ഗായ്സ്, നമുക്കിന്ന് റാഗി പരീക്ഷണം പാർട്ട് 2 ആയാലോ. അപ്പോൾ ഇന്നത്തെ പരീക്ഷണം റാഗിയിലിടുവാണ്. പരീക്ഷണമായിക്കൊണ്ട് ഞാനങ്ങനെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ മിൽമയുടെ നെയ്യാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കാഷ്യൂനട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇരുന്ന കറുത്ത മുന്തിരിങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് വറുത്ത് കോരി നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നാളികേരം നെയ്ക്കകത്തിട്ട് വറക്കണം, ആ പച്ചമണം മാറുന്നിടം വരെ. അങ്ങനെ അതൊക്കെ ഇട്ടു. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഗായ്സ്, തേങ്ങ നെയ്ക്കകത്തോട്ട് ഇടുമ്പോഴേ നല്ല പൊട്ടിത്തെറി സ്ഫോടനമൊക്കെ നടക്കുന്നുണ്ട്. ഇടുമ്പോഴേ ഉള്ളത്, പിന്നെ അങ്ങനെ വലുതായിട്ടില്ല. അപ്പം നമ്മളത് നല്ലപോലെ ഇളക്കി ആ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി ആ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആകണം. എന്നാലേ നമ്മുടെ കറക്റ്റ് ആ ഒരു തേങ്ങ വേണ്ട ആ ഒരു ഇതാവത്തുള്ളൂ. അങ്ങനെ അതായി കഴിയുമ്പോൾ നമ്മുടെ റാഗിപ്പൊടി, നമ്മൾ റാഗി ദോശ ഉണ്ടാക്കിയ അതേ എലൈറ്റിൻ്റെ പൊടി തന്നെയാണ് ഞാൻ റാഗി ലഡുവിനും എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കണം. പക്ഷേ ഇത്ര എടുത്തിട്ട് ആകെ 6 എണ്ണത്തിനുള്ളതേ തികഞ്ഞുള്ളൂ. അപ്പം നിങ്ങൾ അത്രയ്ക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത്രയും ക്വാണ്ടിറ്റിയിലെടുക്കണം. അങ്ങനെ അതും പച്ചമണമൊക്കെ മാറുന്ന വരെ ഇളക്കി. അപ്പോൾ വേണമെങ്കിൽ അതിനകത്ത് ഈ നെയ്യൊക്കെ കുറവാണ്, നമുക്ക് ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ സെപ്പറേറ്റ് രണ്ടാമത് ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് എന്ന് വെച്ചാൽ അങ്ങനെ ആ ലഡുവിൻ്റെ ആ ഒരു ഇതാക്കണമെങ്കിൽ നല്ല നെയ്യൊക്കെ വേണ്ടേ. ഞാൻ രണ്ടാമതും കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി. അത് ഇളക്കി നമുക്ക് നല്ല ലഡുവിൻ്റെ സോഫ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ശർക്കരയാണ്. പഞ്ചസാരയേക്കാളും ഏറ്റവും ഗുണമുള്ളതും ഹെൽത്തിന് നല്ലതും ആയിട്ടുള്ളത് ശർക്കരയാണ്. അപ്പോൾ നമുക്ക് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. എന്ന് വെച്ചാൽ ഞാൻ ഈ ചേർത്ത് കൊടുത്ത ശർക്കര ഭയങ്കര കട്ടിയായിരുന്നു. അങ്ങനെ അത് അമ്മ കുത്തിയൊക്കെ പൊട്ടിച്ച് ഒരു വിധത്തിൽ ശരിയാക്കി. അങ്ങനെ ആ നെയ്യും ശർക്കരയും എല്ലാം കൂടെ അലുത്തപ്പം നമ്മുടെ ആ ലഡുവിൻ്റെ ആ ഒരു റാഗിപ്പൊടി ലഡുവിൻ്റെ ആ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന മുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 2 മിനിറ്റോ അല്ലെ 5 മിനിറ്റോ അത് ചൂട് മാറുന്നിടം വരെ എടുത്ത് തണുപ്പിക്കാൻ വെച്ചിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം അത് നല്ലപോലെ ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി നല്ല രീതിയിൽ ഉരുട്ടി വേണമെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നെയ്യൊക്കെ പുരട്ടാം. അപ്പം നല്ല പോലെ ഉരുട്ടാനൊക്കെ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം ഉരുട്ടി. ഇതാണ് നമ്മുടെ ഫൈനൽ ലഡുവിൻ്റെ ലുക്ക്. കാണാൻ ഇങ്ങനെ ആണെങ്കിൽ തിന്നാൻ അതിലും ടേസ്റ്റാണ് ഗൈസ്. എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.